നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് കാലത്തെക്കുറിച്ച് മനസ്സിലാദ്യം വരുന്ന ടെൻഷൻ എന്താണ്? ഒരു സ്ഥിര വരുമാനം എങ്ങനെ കിട്ടും എന്നുള്ളതല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ആനുവിറ്റികളെയും പെൻഷൻ പ്ലാനുകളെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം സുരക്ഷിതമാക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. വിരമിക്കാൻ പോകുന്ന ഏതൊരാളുടെയും മനസ്സിലെ ഏറ്റവും വലിയ ചോദ്യം ഒരുപക്ഷേ ഇതായിരിക്കും. ജോലിയില്ലാത്തൊരു കാലത്ത് ചെലവുകൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ ജീവിക്കാൻ ഒരു സ്ഥിര വരുമാനം അത് സാധ്യമാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ആനുവിറ്റി അല്ലെങ്കിൽ പെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്? വളരെ ലളിതമായിട്ട് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ ആനുവിറ്റി? സിമ്പിളായി പറഞ്ഞാൽ, ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് തരുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റാണിത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നു മാത്രമാണ്: വിരമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഒരു ഗ്യാരണ്ടീഡ് ഇൻകം ഉറപ്പാക്കുക. ഇത് നമുക്ക് നല്ലൊരു സാമ്പത്തിക സുരക്ഷിതത്വം തരും. ഈ ആവശ്യം കേൾക്കാൻ കൊള്ളാം, അല്ലേ? പക്ഷെ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന വരുമാനം എങ്ങനെയാണ് കയ്യിൽ കിട്ടുന്നത്? നമുക്കതിലേക്ക് കടക്കാം. അടിസ്ഥാനപരമായി നമുക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നാമത്തേത് ഇമ്മീഡിയറ്റ് ആനുവിറ്റി. അതായത് നമ്മുടെ കയ്യിലൊരു വലിയ തുകയുണ്ടെങ്കിൽ അതൊറ്റ തവണയായി ഇൻഷുറൻസ് കമ്പനിയിൽ അടച്ച് തൊട്ടടുത്ത മാസം മുതൽ തന്നെ നമുക്ക് പെൻഷൻ കിട്ടിത്തുടങ്ങും. രണ്ടാമത്തേത് ഡെഫേർഡ് ആനുവിറ്റി. ഇവിടെ നമ്മൾ ഒന്നുകിൽ ഒരു വലിയ തുക അല്ലെങ്കിൽ കുറേശ്ശെയായി പല തവണകളായി പണം നിക്ഷേപിക്കുന്നു. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രായം മുതൽ, ഉദാഹരണത്തിന് 60-ാം വയസ്സ് മുതൽ പെൻഷൻ വാങ്ങിത്തുടങ്ങാം. ഇവിടെയാണ് ആനുവിറ്റി നിരക്ക് എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ഓരോ വർഷവും എത്ര രൂപ വരുമാനം കിട്ടുമെന്ന് തീരുമാനിക്കുന്നത് ഈ നിരക്കാണ്. ഒരു ഉദാഹരണം നോക്കിയാൽ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ആനുവിറ്റി നിരക്ക് 7% വെറുതെ കരുതുക. നിങ്ങൾ 10 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷവും 70,000 രൂപ വീതം ജീവിതകാലം മുഴുവൻ വരുമാനമായി കിട്ടും. ഇതിന്റെ കണക്ക് വളരെ സിമ്പിളാണ്. അപ്പോ ഈ നിരക്ക് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? പ്രധാനമായും 3 കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കും. ഒന്ന്, നിങ്ങളുടെ പ്രായം. പ്രായം കൂടുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് കൂടുതലായിരിക്കും. കാരണം കമ്പനിക്ക് കുറഞ്ഞ കാലത്തേക്ക് പണം തന്നാൽ മതിയല്ലോ എന്നൊരു കണക്കുകൂട്ടലുണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്ലാനിന്റെ തരം. പിന്നെ മാർക്കറ്റിലുള്ള പലിശ നിരക്കുകളും ഒരു പ്രധാന ഘടകമാണ്. ശരി, ഇനി നമുക്ക് നോക്കാം ഈ പ്ലാനുകൾ എങ്ങനെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെടുക്കാമെന്ന്. കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. നിങ്ങൾക്ക് മാത്രം പെൻഷൻ മതിയെങ്കിൽ സിംഗിൾ ലൈഫ് പ്ലാൻ തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങളുടെ കാലശേഷവും നിങ്ങളുടെ പങ്കാളിക്ക് അതേ വരുമാനം തുടർന്നും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജോയിന്റ് ലൈഫ് പ്ലാനാണ് ഏറ്റവും നല്ലത്. ഒരു കാര്യം ഓർക്കണം, ജോയിന്റ് ലൈഫ് പ്ലാനിൽ ആന്വിറ്റി നിരക്ക് ഒരൽപ്പം കുറവായിരിക്കും. ചില പ്ലാനുകളിൽ റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ, പോളിസി എടുത്ത ആളുടെ മരണശേഷം നമ്മൾ നിക്ഷേപിച്ച മുഴുവൻ തുകയും നമ്മുടെ നോമിനിക്ക് തിരികെ ലഭിക്കും. ഇതൊരു മികച്ച സുരക്ഷാ മാർഗമാണ്. പക്ഷേ ഈ ഓപ്ഷൻ തെരഞ്ഞെടുത്താൽ നമുക്ക് കിട്ടുന്ന മാസവരുമാനത്തിൽ ചെറിയൊരു കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ നിക്ഷേപം നടത്താൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ചെറുപ്പത്തിലെ വാങ്ങണോ അതോ വിരമിക്കാറാകുമ്പോൾ മതിയോ? നമുക്ക് നോക്കാം. എത്രയും നേരത്തെ വാങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പണത്തിന് വളരാൻ കൂടുതൽ സമയം കിട്ടും. 2, നേരത്തെ പെൻഷൻ വാങ്ങിത്തുടങ്ങിയാൽ കൂടുതൽ കാലം അത് ആസ്വദിക്കാമല്ലോ. ഒരു 50 വയസ്സിൽ തുടങ്ങിയാൽ 80 വയസ്സുവരെ ഒരു 30 വർഷത്തെ വരുമാനം കിട്ടിയേക്കാം. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഉയർന്ന പലിശ നിരക്കുകൾ നമുക്ക് ഭാവിയിലേക്ക് ലോക്ക് ചെയ്തു വെക്കാൻ സാധിക്കും. ഏതൊരു സാമ്പത്തിക തീരുമാനമെടുക്കുന്നതിനു മുൻപും അതിന്റെ 2 വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അപ്പൊ നമുക്ക് ആന്വിറ്റിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ശരി, നമുക്കിതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നോക്കാം. ഏറ്റവും വലിയ ഗുണം, ജീവിതകാലം മുഴുവൻ ഒരു വരുമാനം ഉറപ്പാണ് എന്നുള്ളതും അത് തരുന്ന ഒരു സാമ്പത്തിക സ്ഥിരതയുമാണ്. പക്ഷെ ചില ദോഷങ്ങളുമുണ്ട്. നിക്ഷേപിച്ച പണം നമുക്കിഷ്ടമുള്ളപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ കിട്ടുന്ന വരുമാനം ടാക്സബിൾ ആണ്. അതുപോലെ കാലക്രമേണയുണ്ടാകുന്ന വിലക്കയറ്റത്തെ മറികടക്കാൻ ഈ വരുമാനത്തിന് കഴിഞ്ഞെന്നും വരില്ല. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കും മുൻപ് ഈ കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കണം. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു.
ആത്യന്തികമായി ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള മറ്റു വരുമാന മാർഗങ്ങൾ, റിസ്ക് എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ഇതെല്ലാം പരിഗണിച്ച് ആന്വിറ്റി നിങ്ങൾക്ക് അനുയോജ്യമായ ഒന്നാണോ എന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ വിരമിക്കൽ ജീവിതത്തിന് ഇത് ശരിയായ ഒരു തെരഞ്ഞെടുപ്പാണോ? ചിന്തിക്കുക.